ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് മാസഫലമാണ്. അപ്പോൾ ഈ ഓരോ ഓഗസ്റ്റ് മാസത്തിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഈ വരാൻ പോകുന്ന ഒരു മാസ കാലഘട്ടം എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരിക എന്നൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസഫലം എന്ന് പറയുക. അപ്പോൾ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫലം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ട് കേൾക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഫലം നിങ്ങൾക്ക് എത്രമാത്രം അനുയോജ്യമാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫലം കാണുന്നത് നിങ്ങൾക്ക് രാശിഫലമായിട്ട് ചന്ദ്രാൾ വെച്ച് കാണാം, അതല്ലെങ്കിൽ ലഗ്നഫലമായിട്ട് കാണാം കേട്ടോ. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അക്യുറേറ്റായി നിങ്ങൾക്ക് ഒരു പ്രിഡിക്ഷൻ ലഭിക്കും. നമുക്ക് അധികം താമസിക്കില്ല, നമുക്ക് വീഡിയോ കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തുമെങ്കിൽ നമ്മളിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ അന്നേരം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇടവരാശി അഥവാ ഇടവ ലഗ്നം. കാർത്തിക മുക്കാല രോഹിണി മകേരമാരടങ്ങുന്ന 2 നക്ഷത്രമാണ് എന്ത് ഇടവരാശി എന്ന് പറയുക. അപ്പൊ ഈ ഇടവരാശി ജനിച്ചവർക്ക് അല്ലെ ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നോക്കിക്കഴിഞ്ഞാൽ, ഇവർക്ക് 1-ാം ഭാവത്തിൽ ഗുരുവും കുജനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. 4-ാം ഭാവത്തിൽ ബുധനും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയവും. ഇടവരാശിക്ക് ബുധനും ശുക്രനും ചേർന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താണ് ലക്ഷ്മി നാരായണ യോഗം, രാജയോഗം ഒക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ്. ശനിയുടെ ദൃഷ്ടി ഉള്ള സമയമാണ് ബുധനും ശുക്രനും. എന്താണ് 9-ാം 10-ാം ഭാവാധിപനാണ് ശനി എന്ന് പറയുക. ബുധന് 2-5-ാം ഭാവാധിപനും ശുക്രൻ 1-6-ാം ഭാവാധിപനും. ഇതെന്താണ് ഒരു നല്ല യോഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് പൊതുവെ ജോബ് റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, നമുക്കൊരു കരിയർ റിലേറ്റഡായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയും. പുതിയൊരു തുടക്കത്തിനൊക്കെ നമുക്ക് അനുകൂലമായ സമയമാണ്. പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റുന്നൊരു മാസം തന്നെയായിരിക്കാം. ഓക്കെ, നല്ല സമയമാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ നല്ലൊരു സമയമാണ്. യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ടൈം തന്നെയായിരിക്കും. പുതിയൊരു ശ്രമത്തിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുകൂലമായ സാഹചര്യമാണ്. പുതിയൊരു ജോലി നോക്കി അത് അനുകൂലമാണ്. പുതിയൊരു ബിസിനസ്സിന് ഇറങ്ങാൻ നിൽക്കുന്നു, അത് അനുകൂലമായ ഒരു സാഹചര്യം വരും. അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് ചിന്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയാം. പിന്നെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞാൻ ഈ ഒരു മാസം ചെയ്താൽ നല്ലതാണല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ അറിയില്ലാത്തൊരു ബിസിനസ് പോയി ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ജോലിയൊക്കെ നിർത്തിയാക്കാൻ ഞാൻ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ പോകാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ആ ഇറങ്ങാൻ പോകുന്ന മേഖലയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, നമ്മളൊരു കാര്യം നോക്കുമ്പോൾ നമ്മുടെ ലോജിക്കും കൂടി ചിന്തിക്കണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യം തന്നെയാണ്. നമുക്ക് അനുകൂലമായ സമയമാണ്. ഓക്കെ, ഞാൻ നാളെ പോയൊരു സ്വർണ്ണക്കാട് ഇടും. ഓക്കെ, എനിക്ക് സ്വർണ്ണത്തെക്കുറിച്ചും അറിയത്തില്ല, ഞാൻ സ്വർണ്ണ കച്ചവടം ഞാൻ ചെയ്തിട്ടുമില്ല. ഓക്കെ, അപ്പം ഞാൻ നാളെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ടൈമാണ് പറഞ്ഞാൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ പുറത്തുനിന്ന് ആൾക്കാരെ അങ്ങനെ വെക്കുന്നില്ല. അപ്പം എന്ത് സംഭവിക്കും? അവിടെ കൂടുതൽ നമ്മളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആ ഫീൽഡിനെ കുറിച്ച് അറിയാവോ? ഇപ്പം തൊഴിലാളികളുണ്ട്, സ്റ്റാഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആ ഫീൽഡിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ധാരണയുണ്ടോ എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അതിലിറങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആക്കി എടുക്കാൻ സാധിക്കുള്ളൂ. മറ്റൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? നമ്മളെ പിടിച്ച് കുരിയിലേക്ക് ഇടുന്ന അവസ്ഥയായിപ്പോൾ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ ഫീൽഡിനെ കുറിച്ച് ധാരണ ഉണ്ടോ എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഇനി അതല്ല, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്കൊരു ബിസിനസ് തുടങ്ങിയാൽ നല്ലതാണെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബിസിനസ് സൈഡ് ആയിട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ സാലറിയുടെ 2 ഇരട്ടി എപ്പോഴാണോ ആ ബിസിനസ്സിന് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ കിട്ടുന്നത്, അന്നേരം ആ പഴയ ജോലി എന്ത് ചെയ്യുക, ഉപേക്ഷിച്ച് നിങ്ങൾക്ക് അതിലോട്ട് ഫുൾ ഫോക്കസ് കൊടുക്കാം. അതുവരെ അങ്ങനെ ഫുൾ ഫോക്കസ് മറ്റേന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് എന്താ പറ്റുക, നിങ്ങൾക്ക് ആ ഫീൽഡിനെ കുറിച്ച് ധാരണയില്ല, നിങ്ങൾ എന്ത് പറ്റും, ഭയങ്കരമായിട്ട് വീക്കായി പോകും. മറ്റൊരു ഫീൽഡ് ധാരണയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പുറത്തിൻ്റെ ഒരു വരുമാനം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, ഒരു ബാലൻസ് ആയിട്ട് നിൽക്കാൻ നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായി ലോജിക്കോടെ ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. നേരത്തെ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് വിജയിപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും. ഞാൻ നേരത്തെ ഒരു പരീക്ഷ എഴുതാൻ ശ്രമിച്ചായിരുന്നു, അന്നേരം ഞാൻ തോറ്റായിരുന്നു, അതുകൊണ്ട് ഇനി ഞാൻ എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരെ ഇപ്പം ജോബിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ ഒരു മാസം നിങ്ങൾക്ക് അതിന് അനുകൂലമായ മാസമാണ് കേട്ടോ.
വ്യാഴം നമുക്ക് എന്താണ് ഒരു എക്സ്ട്രാ ആയിട്ടൊരു സപ്പോർട്ട്, ഒരു സഹായമൊക്കെ തരുന്നൊരു സമയം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഗ്രഹനില വെച്ച്. അതുപോലെ കുജനാണെങ്കിൽ നമുക്കൊരു ധൈര്യമൊക്കെ നൽകുന്ന സ്ഥാനത്ത് തന്നെയാണ്. സൂര്യൻ നമുക്കൊരു കംഫർട്ട് ഫേസ്, നമുക്ക് നല്ല എനർജി, ഊർജ്ജമൊക്കെ നൽകുന്ന ഒരു ടൈം തന്നെയാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനൊക്കെ നൽകുന്ന സമയമാണ്. തൊഴിലൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ്. നമുക്ക് സമ്പത്തൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം, സാമ്പത്തിക നേട്ടമൊക്കെ പറയാവുന്ന ഒരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കേട്ടോ. അനുകൂലമായ സമയം തന്നെയാണ്. 25-ാം തീയതി വരെ എന്താണ് നല്ല സമയമാണ്. ബുധൻ വക്രത്തിൽ വരുന്നതോടെ പക്ഷെ എന്താണ് വളരെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പറയാനില്ല ബുധൻ വക്രത്തിലാണെങ്കിൽ ഇന്ന് പോലും. ഓക്കെ, 10-ലെ ശനി വക്രം അനുകൂലമാണ്. നമുക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യണം. ശുക്രൻ അനുകൂല ഫലത്തെ നൽകുന്ന സമയമാണ്. 25-ാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. 25-ാം തീയതിക്ക് ശേഷം എന്താണ് ശുക്രൻ കേതുവിനോട് കൂടെ യോഗം ചെയ്യാൻ പോവുകയാണ്. സോ അതിന് മുമ്പായിട്ട് തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക കേട്ടോ. അടുത്ത കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ കുടുംബ ജീവിതമൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7-ലേക്കും കുജൻ്റെ ദൃഷ്ടി 7-ലേക്കും ഉണ്ട്. ഈ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ശുഭചിന്തകൾ നൽകുകയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത്. കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പങ്കാളിയുടെ യോഗങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനൊക്കെ സാധിക്കും, ലഭിക്കുന്ന ഒരു ടൈം തന്നെയാണ്. ഓക്കെ, എന്നിരുന്നാലും ചെറിയ തരത്തിൽ എന്താണ് ഒരു കോപങ്ങളൊക്കെ ലഭിക്കാനും സാധ്യത, കോപമൊക്കെ വർദ്ധിക്കാനും സാധ്യതയുള്ള ടൈം തന്നെയാണ്. എന്നിരുന്നാലും അത് വലിയ കാര്യമൊക്കെ എടുക്കണ്ട, നമുക്ക് അനുകൂലമായ ഫലമായിട്ട് നമ്മൾ കരുതിയാൽ മതി. ഓക്കെ, നല്ല പങ്കാളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു ടൈം തന്നെയാണ്. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഓക്കെ നല്ലൊരു ജീവിത പങ്കാളിയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക. അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബുധനും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. നമ്മുടെ ഹിഡനായ ടാലൻറ്റുകൾ, നോളജുകളൊക്കെ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ പുറത്തു വരാൻ സാധ്യത കൂടുതലാണ്. അതായത് നമ്മളൊന്ന് പുറത്തേക്ക് എത്തിക്കണമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നൊരു സമയം തന്നെയാണ്. നമ്മുടെ ഹിഡനായ ടാലൻറ്റുകൾ, നമ്മുടെ ഹിഡനായ നോളജുകളൊക്കെ കൃത്യസമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. ബുധൻ വക്രത്തിൽ വരുന്ന പഠനത്തിനൊരു തടസ്സമായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പഠനത്തിനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ്. സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലാത്തൊരു സമയം തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ്. ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങാനും നമുക്ക് അത്യാവശ്യം ഒരു ആഡംബരമായ ജീവിതമൊക്കെ നയിക്കാനും അനുകൂലമായ സാധ്യത തന്നെയാണ് കേട്ടോ. ആരോഗ്യ സംബന്ധമായി നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഭയമൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തിനൊരു പേടിയൊക്കെ, ഉള്ളിലൊരു ഉൾഭയം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കൊരു പേടി, ഭയം, ഭീതി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. നമുക്ക് ഒന്ന് പേടിച്ച് ജീവിക്കുക, അങ്ങനത്തെ സാഹചര്യം നമുക്ക് പറയാം. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. നമുക്ക് ഒരു ആത്മീയ യാത്രകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഇടവരാശി ഇടവലഗ്നക്കാരുടെ ഫലം എന്ന് പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു അല്ലേ. നിങ്ങൾക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ഫലം നമ്മുടെ അനുഭവത്തിൽ വരും. അപ്പോൾ പലരും നമ്മൾ പറയണ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് ഈ പറയുന്ന ഫലങ്ങൾ, നല്ല ഫലങ്ങളൊന്നും ലഭിക്കാറില്ല, എന്നാൽ മോശ ഫലങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് കിട്ടും, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചു തുടങ്ങും എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളൊരു ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ എനിക്ക് മാത്രം എന്താ നല്ല ഫലങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തതെന്ന് അല്ലേ. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരുടെ ജാതകം പരിശോധിച്ചിട്ടോ ഓരോരുത്തരുടെ പ്രശ്നം ചിന്തിച്ചിട്ടൊന്നുമല്ല എന്താ ഈ ഫലം പറയാം. ഇത് പൊതുവേ മേടൻ രാശിക്കാർക്ക് എന്താണ് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പ്രകാരം എന്തൊക്കെയാണ് ഗോചര ഫലമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഗോചര ഫലത്തിൽ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുക. നമുക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് കൃത്യമായി നമ്മുടെ ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് എങ്ങനെയാണ് ഈ ഒരു മാസം എന്ന് മനസ്സിലാവും. നീ എൻ്റെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കത് കൃത്യമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്കത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രവചിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പഠിച്ചൊരു കാൽക്കുലേഷൻ, പിന്നെ നമ്മളെ ഉപാസന ബലമൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രെഡിക്ഷൻ പറയുന്നത് അല്ലേ. അപ്പം വ്യക്തിപരമായിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു പൊതുവായിട്ടുള്ളൊരു പൊതുഫലം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഫലത്തിലേക്കൊന്നും ആയിരിക്കും ലഭിക്കുക. കാരണം ആ ഒരു ഗ്രഹനില പ്രകാരം
ആ ഒരു മാസത്തെ ഗ്രഹനില പ്രകാരമാണ് ഈ ഫലം ഇടുന്നത്. അത് മാത്രമല്ല മറ്റൊരാൾ ചോദിക്കുന്നതാണ് ഞാൻ ചന്ദ്രാളാണോ നോക്കേണ്ടത് ലഗ്നാലാണോ നോക്കേണ്ടതെന്ന്. ചന്ദ്രാലൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് കാര്യം. ലഗ്നാൽ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിധി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. സോ ഒരു മാസഫലം ആയാലും എന്ത് ഫലമായാലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടും നോക്കുക. നിങ്ങളിപ്പോൾ മേടരാശി ജനിച്ച ഒരാളാണ്, നിങ്ങളുടെ ലഗ്നം എന്ന് പറയുന്നത് മീനമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കർക്കിടകമാണ് വിചാരിക്കുക. അപ്പോൾ ആ കർക്കിടക മാസത്തെ നിങ്ങളുടെ ഫലം ഒന്ന് എടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ട് ഫലം എന്ത് കേൾക്കുക. അപ്പം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് കുറച്ചെങ്കിലും എടുക്കാൻ പറ്റുന്ന അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ചന്ദ്രാൾ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ലഗ്നാൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഗോചര ഫലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ബാധിക്കാൻ 25 to 30% ഒക്കെയാണ് ബാധിക്കുക. കാരണം കൂടുതൽ നമ്മുടെ ജാതകത്തിലെ പ്രകാരമാണ് നമുക്കൊരു കാലം എങ്ങനെ പോകണം, എങ്ങനെയായിരിക്കും ഒരു മാസം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ, ഒരു സുപ്രധാനമായ കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജാതക പരിശോധന നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്കതിൽ ആ ഒരു ഇറങ്ങുന്ന മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇതിന് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പൊതുവായിട്ട് വീഡിയോയിൽ അങ്ങനെ അധികം പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവായിട്ട് ഫലം പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ കൂടെ പൊതുവായിട്ടൊരു നമ്മൾ പറയുമ്പോൾ ഓക്കെ ഇപ്പോൾ ചില തടസ്സങ്ങൾ വരുമ്പോൾ ഈ പൊതുഫലങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ചെയ്യാനുള്ള വഴിപാടുകൾ പോയി ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് അത്ര വലിയ ബെനിഫിറ്റ് വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. എന്നിരുന്നാലും കൃത്യമായ ഒരു ഫലം നമുക്കൊരു മരുന്ന് മേടിക്കുകയാണെങ്കിലും നമ്മുടെ രോഗം എന്താണ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊരു മരുന്ന് തരുന്നതും പൊതുവായിട്ടൊരു മരുന്ന് നിർദ്ദേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതെല്ലാവർക്കും എന്താവില്ല, സ്യൂട്ടായി എന്ന് വരില്ല. സോ ഓരോ വ്യക്തിയുടെ എനർജി ലെവൽ നോക്കിയും അവരുടെ ദൈവാനുഭവം നോക്കി അവരുടെ ഓരോ എനർജിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് എന്ത് വഴിപാടാണ് നൽകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം എന്ത് ചെയ്യാത്ത ഒരു വീഡിയോയിൽ പൊതുവായിട്ട് നമ്മൾ പറയാത്ത, നമ്മൾ കുറച്ചൊക്കെ ആദ്യം നല്ല രീതിയിൽ എന്താണ് കമൻസ് വഴിപാടിനെ കുറിച്ച് പറയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വഴിപാടുകൾ ഓരോന്നും പറയാറുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയേണ്ടത് പൊതുവായിട്ടുള്ള ഫലമാണ്. അപ്പോൾ അത് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ചെയ്തോർത്ത് ദോഷമൊന്നുമില്ല എന്താണ്. പക്ഷേ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ നോക്കിയാൽ മാത്രമേ അത് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലൊക്കെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ വേണ്ടി പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം കമൻറ്റ് ചെയ്യണ മുമ്പായിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, പേരും നക്ഷത്രം കൊണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും തീരുമാനിക്കാൻ നമുക്ക് പറ്റൂല്ലേ. നമുക്ക് തീരുമാന ശക്തിയുള്ളവരാണ് മനുഷ്യരെന്ന് പറയുന്നത് അല്ലേ. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ്. എന്നാൽ എടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യവും വ്യക്തമാകുന്നത് നിൽക്കുന്നത് നമ്മുടെ ഓരോ സാഹചര്യവും സമയവും അനുസരിച്ച് മാത്രമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഓരോ വ്യക്തി ജനിക്കുന്നതും പല സ്ഥലത്തും പല സാഹചര്യത്തിലും പല രീതിയിലും ജീവിച്ചു വളർന്നു വരുന്നവരാണ്. സോ ഇപ്പം നമ്മൾ പറയണം ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ചവരാണ്, എന്നിരുന്നാൽ പോലും അവരുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യാണ്ട് വ്യത്യാസം വരാണ്ട്. കാരണം എന്താ, ഇവർ രണ്ടുപേരും ജീവിച്ച് വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്തമായിരുന്നവരാണ് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. ഇപ്പം എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവും ഇല്ല, ഇന്ന് അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നും യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കണം ആദ്യമേ. എന്നിട്ട് അതിനും കൂടി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പരിസരം അല്ലെങ്കിൽ നമുക്കൊരു ഇത് കൊടുക്കണം. നമ്മൾ പറയാണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്, എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടാറില്ലെന്ന് ആദ്യം ചിന്തിക്കണം. നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ചിന്തിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം നീക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തിൽ, നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം തീരുമാനിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടി ഓരോ കാര്യം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ജാതക പരിശോധന നോക്കിയാൽ തന്നെ കൂടുതൽ നോക്കുന്ന എന്താണ്, മക്കളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വൈഫിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ. ആരാണ് നോക്കുന്നത് അവരുടെ കാര്യത്തിലേക്ക് അവരെന്ത് ചെയ്യില്ല, ഒത്തിരി ചിന്ത കൊടുക്കാറില്ല. കാരണം അവർക്ക് നല്ലത് തരട്ടെ അല്ലെങ്കിൽ അവർ നല്ലതാണോ എന്നാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് കൂടി നല്ലത് വരുത്തിയാൽ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഫാമിലിയുള്ളവരുണ്ടാവും ആക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, അത് എന്തൊരു കാര്യത്തില്ല. ഇപ്പം
ജാതക പരിശോധന ആയാലും നമുക്ക് എന്തൊരു കാര്യങ്ങളും നിങ്ങൾ സാലറി വരുമ്പോഴായാലും ഒരു നിശ്ചയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിയേ. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇപ്പം എന്താണ് ഒരു ജ്യോതിഷത്തിൽ കുറേ എന്താ പറഞ്ഞാൽ അതും എൻ്റെ ഒരു ഏജ് വെച്ച് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എൻ്റെ ഏജിന് കഴിഞ്ഞ് കൂടുതലുള്ള ആളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉപദേശമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പം എന്താണ് എല്ലാ വീഡിയോയും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറില്ല. ഓക്കെ, ഈ വീഡിയോ എടുത്തപ്പം എനിക്ക് എന്താണ് ഇതിങ്ങനെ പറയണം എന്ന് തോന്നി. ഓക്കെ, ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്ക് ആ വീഡിയോയിൽ ആ ഒരു ഫീലിൽ നമുക്ക് ആ എനർജിയില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് ഇത് ഇപ്പം എത്തേണ്ട മെസ്സേജാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ആ കമൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല, ആ കമൻറ്റ് വായിക്കുന്ന വ്യൂവേഴ്സിന് അല്ല അടുത്ത കാണുന്ന വ്യൂവേഴ്സിന് അവരുടെ ലൈഫിലും അവർക്ക് ആ സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത മാസഫലം വരുന്നുണ്ടല്ലോ, ആ ഒരു മാസഫലത്തിന് വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു മാസം ഈ ഒരു വീഡിയോ വരുന്ന അടുത്ത വീഡിയോ ഒരു മാസത്തെ വരുമല്ലോ. അപ്പോൾ ആ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ആ സെൽഫ് ലവ് ചെയ്തതിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത തവണ എല്ലാവരും അടുത്ത മാസഫലം വരുമ്പോൾ ഈ മാസഫലത്തിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കണ്ടു നോക്കുക. എന്ത് ചെയ്യുക, എന്നിട്ട് കമൻറ്റും അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരിക എന്നൊക്കെ. ഇനി അതല്ലെങ്കിൽ സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ കമൻറ്റ് ഇട്ട്. ചിലപ്പോൾ എനിക്ക് അന്നേരം ഇത് പറയാൻ ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ സെൽഫ് ലവ് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.